നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് ഭഗവാന്റെ ചൈതന്യത്തോട് കൂട്ടിയിട്ടുള്ള അവസരങ്ങൾ, ആ ഒരു ഭാഗ്യം ലഭിക്കാൻ പോകുന്ന സമയമാണ്. അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. തുലാമാസത്തോട് കൂടിയിട്ട് അതിഗംഭീരമായിട്ടും എല്ലാ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കുക. ഒരുപാട് തടസ്സങ്ങളായിട്ടും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിട്ടും തടസ്സപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് നിഷ്പ്രയാസം ഓരോന്നോരോന്നായിട്ട് സാധിക്കാനുള്ള ഒരു ഭാഗ്യം കൂടിയാണ്. ഭഗവാന്റെ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. അത്രയ്ക്ക് കേമമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ തുടക്കം കുറിക്കുന്നതാണ്. ഒരുപാട് വിഷമങ്ങളും ഒരുപാട് മനസ്സമാധാനക്കേടുമായിട്ട് കൊണ്ടു നടക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം എത്രയും പെട്ടെന്ന് അതെല്ലാം മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരികയും ശ്രേഷ്ഠമായിട്ടും ഉയർച്ച ലഭ്യമാകുന്നതുമാണ്. അതുപോലെ തന്നെ കലഹങ്ങളായിട്ടും അങ്ങനെ ഭവനത്തിലായിട്ടും മറ്റുള്ളവരോടുമായിട്ടും ജോലി സംബന്ധമായിട്ടും അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങളും കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മറികടന്ന് ആ പറയുന്ന പ്രകാരമുള്ള ആ വ്യക്തികൾ നിങ്ങളുടെ അരികിലോട്ട് തന്നെ വരാനുള്ളൊരു സന്ദർഭം കൂടി നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഉണ്ടാവുന്നതുമാണ്. അത്രയേറെ ഭാഗ്യമുള്ളൊരു സമയമാണ്. തന്മൂലം എത്ര കണ്ട് ആഗ്രഹത്തോട് കൂടിയിട്ടുള്ള ഓരോ പ്രവൃത്തികളും ചെയ്യും. ഇന്ന സ്ഥാനമാനങ്ങൾ വേണം, അതുപോലെ ഇന്ന ധനലാഭം വേണം, ഒരു ബിസിനസ്സിലാണെങ്കിലും ഇന്ന നഷ്ടങ്ങളൊന്നുമില്ലാതെ ലാഭത്തോട് കൂടിയിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ എല്ലാം തോൽവിയോട് കൂടിയിട്ടുള്ള അനുഭൂതിയായിട്ട് വരുന്ന ഓരോ സന്ദർഭങ്ങളും ഓരോ സങ്കടകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മായുന്ന പോലെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മയിലൂടെ നിങ്ങൾക്ക് ഇനി ഉയർച്ചയുടെ ഒരു സമയമാണ്. ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുന്ന ഒരു സമയമാണ്. അത്രയ്ക്ക് സമയം തെളിയുന്നൊരു സമയമാണ്. തുലാമാസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിലും മനസ്സിലും എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ടുള്ളൊരു സമയമാണ്. എല്ലാം ശ്രേഷ്ഠമായിട്ടും നടക്കുന്നതാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കാനും അതുപോലെ ഒത്തിരി ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സാധ്യമാകാനും ഭവന നിർമ്മാണം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അതുപോലെ ഒരു ഭവനം വേണം എന്നുള്ള ആഗ്രഹം ഉള്ള വ്യക്തികൾക്ക് ഭവനം എത്രയും പെട്ടെന്ന് സാധ്യമാകുകയും ജോലി സംബന്ധമായിട്ട് വളരെ വിഷമിക്കുന്ന ഘട്ടങ്ങളിലുള്ള ആ വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് അവൻ ആഗ്രഹിക്കുന്നൊരു ജോലി ലഭിക്കാനും എല്ലാം കൊണ്ടും ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളാൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള അകൽച്ചയിൽ നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള എല്ലാവർക്കും നല്ലൊരു സമയമാണ്. ശ്രേഷ്ഠമായിട്ടൊരു കുടുംബജീവിതം ഉണ്ടാവുന്ന സമയമാണ്. ഗുണപ്രദമുള്ള സമയമാണ്. സകല കഴിവുകളോട് കൂടിയിട്ടുള്ള സകല ഐശ്വര്യത്തോട് കൂടിയിട്ടുള്ള നന്മയുടെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളാണ് ഇനി മുതൽ. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. എല്ലാം കൊണ്ട് ശുഭകരമാണ്. ശിവഭഗവാന്റെ ആ നിഴൽ, ശിവഭഗവാന്റെ ആ ഐശ്വര്യം, ആ ഒരു തേജസ്സോട് കൂട്ടിയിട്ടുള്ള ആ ചൈതന്യം നിങ്ങളുടെ ഓരോരോ മനസ്സിലും അതുപോലെ ഓരോ ഭവനത്തിലും നിറയുന്നതാണ്. അത്രയ്ക്ക് ഭാഗ്യമുള്ളൊരു സമയമാണ്. അതിനാൽ ഓം നമഃ ശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എത്രത്തോളം ജപിക്കുന്നുവോ ആത്മവിശ്വാസത്തോടു കൂടി എല്ലാം ശുഭകരമാവും എന്നുള്ള വിശ്വാസത്തോടെ സന്തോഷത്തോടു കൂടി ജപിക്കുന്നുവോ അത്രയ്ക്ക് അങ്ങോട്ട് അഭിവൃദ്ധിയിൽ വരുന്നതുമാണ്. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതുമാണ്. അതിലേറെ ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ ഭവനത്തിലുള്ള ഓരോ അഭിവൃദ്ധിയോട് കൂടിയിട്ടുള്ള ഓരോ സന്ദർഭങ്ങൾ വന്നും ജീവിതം സന്തുഷ്ടമാകും, കുടുംബം സന്തോഷപ്രദമാകുന്നതുമാണ്.